എത്ര പേര് പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്ത് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്തത്. ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ക്രാഫ്റ്റ് ചെയ്തതിൽ ഏറ്റവും ഈസി വേയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു സാധനമാണ് ഈ ഒരു പൈപ്പ് ക്ലീനേഴ്സ്. ഞാൻ ഒരു 1.5 മാസത്തോളമായി സംഭവം ഓർഡർ ചെയ്ത് വെച്ചതല്ലാതെ ഞാൻ അൺബോക്സും ചെയ്തിട്ടില്ല, ഇത് വെച്ച് വീഡിയോയും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഓർത്തു ഇത് വന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോഴല്ലേ സംഭവം പിടികിട്ടിയത്. ഒത്തിരി ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്ത് ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അന്നേരപ്പോഴൊന്നും തോന്നിയില്ല ഇത്രയും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നും ഇത്രയും ഈസിയിൽ ചെയ്യാൻ പറ്റുമെന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ഡെസ്ക് ഡെക്കോറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മഷ്റൂം ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെ പിങ്ക് കളറിലെ പൈപ്പ് ക്ലീനേഴ്സാണ് എടുത്തേക്കുന്നത്. അത് വേണ്ട ആദ്യം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/4 പോർഷൻ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അടുത്തത് വേണ്ട ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ താഴ്വശത്ത് വന്നിരിക്കുന്ന ഈ ഗ്യാപ്പിൽ കൂടെ വേറൊരു പൈപ്പ് ക്ലീനർ ഇതേപോലെ കയറ്റി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ കയറ്റിയ ആ ഒരു പൈപ്പ് ക്ലീനർ ഉണ്ടല്ലോ, അതിങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മഷ്റൂമിൻ്റെ, അതായത് കൂണിൻ്റെ മണ്ടവശം നമുക്ക് റെഡിയായി കിട്ടുന്നതാണ്. അതിനെ ചുറ്റിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ താഴ്വശം തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് അതും ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന് വലിയ പശയുടെ കാര്യമില്ല. ഇതെല്ലാം ജസ്റ്റ് ഒരു എന്നാ പറയുന്നത്, കമ്പിയലായതുകൊണ്ട് ഇങ്ങനെ ചുറ്റിയൊക്കെ കൊടുത്താൽ മതി. ഈസി എന്ന് പറഞ്ഞാൽ ഈസിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് വെച്ച് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. ഇനിയും തുടർന്നും പ്രതീക്ഷിക്കാം, ഇത് വെച്ച് പുതിയ ക്രാഫ്റ്റുകൾ ഇനിയും തുടർന്നും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മഷ്റൂമിൻ്റെ മണ്ടവശം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി ഇതിനെ സ്റ്റെമ്മും കൂടെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു വലിയ മഷ്റൂമിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയൊരു മഷ്റൂമും കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് മണ്ടേ ചെറിയൊരു ടിൻറ്റഡായിട്ടുള്ള ഒരു പൗഡറും കൂടെ ഒക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്റ്റെമ്മിന് വേണ്ടി ഞാൻ ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. അതിനെ വേണ്ടി ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മണ്ടേ കൂടെ തന്നെ ചുറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കട്ടിക്ക് തന്നെ കിട്ടുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റെമ്മായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. എന്നിട്ട് ഈ സ്റ്റെമ്മും നമ്മുടെ മഷ്റൂമിൻ്റെ മണ്ടയും കൂടെ തമ്മിൽ ഗമ്മ് വെച്ച് ജോയിൻ ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ പോട്ട് ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അത് ഐസ്ക്രീമിൻ്റെ ഉണ്ടല്ലോ, മറ്റേ ഈ കപ്പ് ഐസ്ക്രീം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പാത്രമാണ് ഞാൻ പോട്ടായിട്ടൊക്കെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൂടെ കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഇടാതെ ഞാൻ കാണിച്ചുതരാം. ഇത് ലൈറ്റ് ഇടാതുള്ള മഷ്റൂമിൻ്റെ ചെറിയൊരു ഡെസ്ക് ഡെക്കോർ. ഇത് ലൈറ്റ് ഇട്ട് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്